അഭിലാഷ്, ഇത് ചരിത്രമാണ് അഭിലാഷ്. കാരണം കൃത്യം 9 മണിക്ക് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും പിന്നിടുമ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം 1,20,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. ആലോചിച്ച് നോക്കി, ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ഇനീഷ്യല് ഇതുവരെ ഉണ്ടായിട്ടില്ല. 1 മണിക്കൂറിൽ മാത്രം 1,20,000 എന്ന ടിക്കറ്റാണ് ഇപ്പോൾ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കൃത്യം 9 മണിക്ക് തന്നെ ബുക്കിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഒരു 8:50-8:55 ആയപ്പോഴേക്കും ഇന്ത്യയിലുള്ള പല തിയേറ്ററുകളിലേക്കും ടിക്കറ്റ് ആരംഭിച്ചിരുന്നു. പല തിയേറ്ററുകളും അത് ഓപ്പൺ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ സൂചിപ്പിക്കേണ്ടത് തിരുവനന്തപുരം ഏരീസ് പ്ലെക്സ് തിയേറ്റർ, അതിനകത്ത് 4 മിനിറ്റ് കൊണ്ടാണ് ആദ്യ ദിനത്തിലെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയത് എന്നുള്ളതാണ്. അതും ഇത് ഒരു റെക്കോർഡാണ്. ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് പോലും, പ്രത്യേകിച്ച് ഏത് ഭാഷ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ നമ്മൾ ബാഹുബലി ആവട്ടെ, KGF ചാപ്റ്റർ 2 ഉൾപ്പെടെയുള്ള സിനിമകളും, കിങ് ഓഫ് കൊത്ത, ഇതൊക്കെ തന്നെയായിരുന്നു ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഹൗസ്ഫുൾ ആയ സിനിമകൾ. അതെല്ലാം ഇപ്പോൾ എമ്പുരാൻ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നിലവിൽ 1,20,000 ടിക്കറ്റുകൾ എടുത്തു സൂചിപ്പിക്കുന്നത് സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദറും അതേ സമയത്ത് റിലീസ് ആവുന്നുണ്ട്. അതും ആ റെക്കോർഡും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എമ്പുരാന്റെ കുതിപ്പ് തുടരുന്നത്. ഈ ബുക്കിംഗ് 9 മണിക്ക് ആരംഭിച്ചിരുന്ന ആ ബുക്കിംഗ് 9 മണിക്ക് തന്നെ പലരും സീറ്റ് സെലക്ട് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് അടിക്കുമ്പോഴേക്കും ക്രാഷ് ഡൗൺ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. അങ്ങനെ ആദ്യ ഷോ, പ്രത്യേകിച്ച് 6 മണിക്കുള്ള ഷോയ്ക്കൊന്നും ഒരു തിയേറ്ററും ചാർട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം ഒട്ടാകെ ഫാൻസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകളെല്ലാം തന്നെ, നമ്മൾ കൊച്ചി എടുത്താലും കോഴിക്കോട് എടുത്താലും തിരുവനന്തപുരം എടുത്താൽ പോലും ഈ 3 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച്, പാലക്കാടും, ഈ 4 സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് 6 മണിക്കുള്ള എല്ലാ തിയേറ്ററുകളിലെയും ഷോകൾ ഫാൻസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർക്ക് ബുക്കിംഗ് ആപ്പുകളിലേക്ക് ഇത് തിരയുമ്പോൾ പോലും 6 മണിക്കുള്ള ഷോ പലയിടത്തും ലഭ്യമല്ല. എന്നാൽ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും തന്നെ ബാക്കിയുള്ള ഷോകൾ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പൊ 9 മണിയായാലും 12 മണി മാറ്റിനി ഷോ, അല്ലെങ്കിൽ ഫാമിലി കയറാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ ഉൾപ്പെടെ ഉള്ളതിൽ പോലും ഹെവി ബുക്കിംഗ് ആണ് പലയിടത്തും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു സെന്ററിൽ പോലും പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് സിറ്റി സർക്കിളിൽ ടിക്കറ്റ് ഇല്ലാത്തൊരവസ്ഥ. അങ്ങ് ഇപ്പൊ നമ്മളൊരു റൂറൽ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങ് സിറ്റി മാറി നിൽക്കുന്ന ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ മാറി നിൽക്കുന്നിടത്ത് പോലും ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്.